ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ബുദ്ധിയിൽ ആശ്രയിച്ച ഒരു മനുഷ്യനായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ബുദ്ധിയിൽ ആശ്രയിച്ച ഒരു മനുഷ്യനായിരുന്നു. ഈ പ്രസന്റ് എപ്പിസോഡ്സ് ഒക്കെ എനിക്ക് കാണാതെ അറിയാം. ഓരോ ലേഖനങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ യാക്കോബ് ലേഖനം, ഫിലിപ്പ് ലേഖനം, കൊലോസ്യ ലേഖനം, റോമാ ലേഖനം ഇതൊക്കെ കാണാതെ പഠിച്ചാണ്. പഠിച്ച് ഞാനൊരു എന്താ പറയണേ, ഒരു പ്രൗഡ് മാനായി മാറി. കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വയത്തിൽ അഹങ്കരിക്കുന്ന ഒരു മനുഷ്യനായി മാറി. പഠനത്തിൽ, നമ്മുടെ ബുദ്ധി. പക്ഷെ ദൈവത്തിന് ആഗ്രഹമുണ്ട്, ദൈവത്തിന് എന്നെ ഉപയോഗിക്കണം. ദൈവത്തിന് എന്നെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ദൈവത്തിന് എന്നെ വിളിച്ച് വേർതിരിച്ചു, പക്ഷെങ്കിൽ ഞാൻ ബുദ്ധിയിൽ വളർന്നു, ബുദ്ധിയിൽ ആശ്രയിക്കുന്നു. നിങ്ങൾ യുക്തി മാറ്റി വെക്കാമെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ചില കാര്യങ്ങൾ പറയും. നിങ്ങൾ റോമാലേഖനം വായിക്കുമ്പോൾ, റോമാലേഖനത്തില് ക്രോധം എന്ന ഒരു വാക്കാണ്. എന്താണ് ക്രോധം? എന്താണ് ക്രോധം? കോപത്തിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി, അല്ലെങ്കിൽ ഉഗ്രകോപം. ഉഗ്രകോപം ഇത് മനുഷ്യനേക്കാൾ സിവിയർ ആണ്. ആരുടേത്? അല്ലെ, നമ്മളും ചിലപ്പോ ഉഗ്രകോപമൊക്കെ എടുക്കാറില്ലേ? അല്ലെ, നമ്മൾ അഡ്രിനാലിനൊക്കെ കയറി ചിലപ്പോ ഉഗ്രകോപമൊക്കെ നമ്മൾ വെളിയിൽ എടുക്കാറില്ല. അപ്പൊ ദൈവം കോപിക്കുന്നവനുമാണ്, ഉഗ്രമായിട്ട് കോപിക്കുന്നവനുമാണ്. അതിനാണ് ക്രോധം, ദൈവത്തിന്റെ ക്രോധം എന്നൊരു വാക്കുണ്ട്. ഇതാർക്ക് വേണ്ടി? ക്രോധത്തിന് ഇംഗ്ലീഷിലെ വാക്ക് റാത്ത് എന്നാണ്. WRATH, റാത്ത്. കോപത്തിന് പറയുന്ന, ഈ ക്രോധത്തിന് പറയുന്ന വാക്ക് റാത്ത് എന്നാണ്. മറ്റേത് ആങ്കർ, കോപം, ആങ്കർ. നിങ്ങൾ റോമാലേഖനത്തില് ഈ ക്രോധം എന്നുള്ള വാക്ക് എല്ലായിടത്തും ക്രോധമല്ല. അതായത് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന റാത്ത് എന്നുള്ള പദത്തിൽ എല്ലായിടത്തും ക്രോധം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ ആ ഇംഗ്ലീഷ് വാക്ക് തന്നെ നിങ്ങൾ മൊബൈലിലൊക്കെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ബൈബിളിൽ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ റാത്ത് എന്നുള്ള പദം കൊടുത്താൽ ഏതാണ്ട് 9 പ്രാവശ്യം റോമാലേഖനത്തിലുണ്ട്. റോമാലേഖനത്തിൽ മാത്രം. ഞാൻ വേറെ ലേഖനങ്ങൾ ഒന്നും എടുക്കുന്നില്ല. അതിന് 190ഓളം പ്രാവശ്യം പുതിയ നിയമത്തിൽ തന്നെയുണ്ട്. റാത്ത്, ദൈവത്തിന്റെ ഉഗ്രകോപം, ദൈവത്തിന്റെ റാത്ത്. അതിൽ ഒരു വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒറ്റ വാക്യം. 2-ാം അധ്യായം 9 തൊട്ട് ദൈവം ക്രോധത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. ദൈവം എന്തിനു വേണ്ടി ഈ ക്രോധം, ദൈവത്തിന്റെ ക്രോധം എന്തിനു വേണ്ടിയാണ്? അതിൽ ഒരു വാക്യം നിങ്ങളെ എന്റെ മനസ്സിലേക്ക് വന്നൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളുടെ ഒരു മനസമാധാനം നഷ്ടപ്പെടുന്നതിന് വേണ്ടി. കാരണം അത് കർത്താവിനെ കുറിച്ചുള്ളതാവാൻ വേണ്ടിയാണ്. 9-ാം അധ്യായത്തിന്റെ, റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. നിങ്ങളൊന്ന് കേട്ടോണം. റോമാലേഖനം 9-ന്റെ 22. എന്നാൽ ദൈവം തന്റെ കോപം കാണിക്കുവാനും, അത് ക്രോധമാണ്, റാത്താണ്, ഉഗ്രകോപം കാണിക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ചു തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ. എന്തിനാ ഉഗ്രകോപം, ക്രോധം എന്തിനു വേണ്ടി? ആരിൽ വെളിപ്പെടുത്താൻ? ഒരു ദീർഘശ്വാസം വിട്ടിട്ട് പറയാം. ദൈവത്തിന്റെ ഉഗ്ര ക്രോധം വെളിപ്പെടുത്താൻ സ്വാതന്ത്ര്യമുള്ള 2 ജനം. ഒന്ന് യഹൂദൻ, 2 ദൈവസഭ, ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ ജനം. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, അയ്യോ, ഞാൻ മനുഷ്യരുടെ കയ്യിൽ വീഴരുതേ. ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് തലചേക്ക്. അപ്പൊ ഇതിലേത് നല്ലത്? മനുഷ്യന്റെ ക്രോധമാണോ, ദൈവത്തിന്റെ ക്രോധമാണോ? അയ്യോ, അപ്പൊ ദൈവത്തിന്റെ ക്രോധം രുചിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ ദാവീദ്. ദൈവം മനുഷ്യനെ തകർക്കും. അത് ഏറ്റവും കൂടുതൽ ഈ രക്ഷിക്കപ്പെട്ട നമ്മളിൽ ദൈവത്തിന്റെ ഉഗ്ര ക്രോധം പകരാൻ വേണ്ടി. അങ്ങനല്ല ഈ വാക്ക്. ഇനിയും വായിച്ചോ, ബാക്കിയുള്ള റാത്ത് കണ്ടുപിടിച്ചിട്ട് ആ 9 വാക്യവും നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. നീ നിൽക്കുന്നു എങ്കിൽ, പൗലോസ് പറയും, ഇനി ഞാൻ ജാതികളുടെ കാര്യം പറയാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാര്യം, യഹൂദന്റെ കാര്യം പറഞ്ഞിട്ട് ഇനി ഞാൻ ഈ ജാതികളുടെ കാര്യം പറയാം. അവരെ ദൈവം, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ രക്ഷ നഷ്ടപ്പെടുമെന്നൊന്നും ചിന്തിച്ചാലേ.
നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. നീ നിൽക്കുന്നു എങ്കിൽ വിശ്വാസത്താൽ. നീ നിൽക്കുന്നത് വിശ്വാസത്താലാണ്. നീ ഞെളിയാതെ ഈ പഠിക്കുന്നതൊന്നും നിങ്ങൾ എന്തിന് കാരണമാവരുത്? ഞെളിയാൻ, അഹങ്കരിക്കാൻ, പ്രൗഡാവാൻ കാരണമായി തീർന്നാൽ ദൈവം തന്റെ വെളിപ്പെടുത്തി ദൈവം നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കും. 2007 ദൈവം എന്റെ ബ്രെയിനെ ഒന്ന് തൊട്ടെന്നേ. കോൺസിക്വൻസസ് ജീവിതകാലം മുഴുവൻ അനുഭവം. സ്കൂളിൽ പഠിച്ചാൽ നമുക്ക് എന്തുണ്ടാവും? പ്രൗഢുണ്ടാവും. സ്വല്പം അഹങ്കാരം തരും, സ്വല്പം നീളം തരും. പാടില്ല. ഇതെല്ലാം വിശ്വാസത്താൽ, ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ, ഏകാഗ്രതയാണ്. ഈ മെഡിസിൻ എന്തിനു വേണ്ടിയാണെന്നറിയാം? എന്റെ ഓർമ്മ വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി. വർക്ക് ചെയ്യാനല്ല, വർക്ക് ചെയ്യാതിരിക്കാൻ. രാവിലെയും വൈകിട്ടും കഴിക്കുക. അപ്പൊ ഞാൻ എന്തിൽ ആശ്രയിക്കും? വ്യക്തിയിലും ബുദ്ധിയിലും ആശ്രയിക്കും, ആത്മാവിലും ആശ്രയിക്കും. നേരത്തെ ഇതങ്ങ് പോരായിരുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ എത്രയും താഴാൻ ഈ പഠനങ്ങൾ മുഖാന്തരമായി തീരും. ദൈവസന്നിധിയിൽ നമ്മൾ താഴാൻ, നമ്മൾ താഴ്മയുടെ ഒരു ഉദാഹരണമായിട്ട് മാറാൻ, അതിനുവേണ്ടി ദൈവവചനം പഠിക്കുന്നു. പൗലോസ് പറയുക, നിങ്ങൾക്ക് ഒരു ഹംബിൾ മൈൻഡ്. എത്രയും താഴെ ക്രിസ്തു എത്രയും താഴാം, ഇനി പറ്റില്ല അത്രയ്ക്ക്. അവൻ ദൈവരൂപത്തിലിരിക്കെ ഈ ദാസത്വം എടുത്തിങ്ങ് താഴെ വന്നപ്പോ ദൈവമായിരുന്നോ? ആയിരുന്നു. ദൈവരൂപത്തിൽ ഇരിക്കെ അവൻ ദൈവമായിരുന്നവൻ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞ് നമ്മൾ തീർന്നു, വിഷയം തീർന്നു. നോ, ദൈവരൂപത്തിൽ ഇരിക്കെ, സമ്പൂർണ്ണ ദൈവമായിരിക്കെ മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളായി താഴുക, എത്രയും സമർപ്പിക്കാം അത്രയും പൂർണ്ണമായിട്ട്, സമ്പൂർണമായിട്ട്. നമുക്ക് പറ്റില്ല, പറ്റണം. ഒരിക്കലും ഈ വചന പഠന മുഖാന്തരം നമ്മൾ ഒരിക്കലും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഉയർത്തുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ താണിരിക്കുക, കർത്താവിന്റെ വേലയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. ഓക്കെ, 3-ാമത്തെ അധ്യായമാണ് ചിന്തിക്കുന്നത്. ന്യൂ വാല്യൂസ്, ന്യൂ വിഗർ, ന്യൂ വിഷൻ. അതിന് നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഇത് ലിങ്കാണ്. അപ്പൊ പുതിയ മൂല്യങ്ങൾ, പുതിയ ശൈലികൾ, പുതിയ ദർശനം. അപ്പോസ്തലനായ പൗലോസിന്റെ പുതിയ മൂല്യങ്ങളും ശൈലികളും ദർശനങ്ങളുമാണ് ഈ ലേഖനത്തിൽ. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, 1, ഐ കൗണ്ട്. ഞാൻ എണ്ണുന്നു. എണ്ണണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? എണ്ണണം, ഞാൻ എണ്ണുന്നു. ഐ കൗണ്ട്. അപ്പോൾ മൂല്യങ്ങൾ ഞാൻ എണ്ണുമ്പോൾ എന്താ പൗലോസ് എണ്ണുന്നേ? എന്തെല്ലാം കാര്യങ്ങളാ? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇല്ലേ ഞാൻ ഇതെല്ലാം ഛേദമെന്ന് എണ്ണുന്നു. അതെല്ലാം എനിക്ക് ഛേദമാണ്. എന്താ? ശിഷ്ടം ഇല്ലേ, നഷ്ടം. അത് ഒരു പ്രയോജനമില്ലാത്തതായിട്ട് അത് ഉണ്ടായിക്കൊള്ളട്ടെ. അതെല്ലാം ഇവിടെ ആവശ്യം. അപ്പൊ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത, അപ്പൊ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത എന്നിൽ വർദ്ധിക്കുമ്പോൾ ഐ കൗണ്ട്, പുതിയ മൂല്യങ്ങൾ എന്നിലേക്ക് വരികയാണ്. 2-ാമത്തെ, അപ്പോഴാണ് ഒരു പുതിയ ശൈലി വരുന്നത്, ദൈവപുത്രന്റെ ശൈലി. കർത്താവിന്റെ ആ മാനറിസം, കർത്താവിന്റെ ആ സ്വഭാവ രൂപം നമ്മളിലേക്ക് വരികയാണ്. അന്നേരം പൗലോസ് പറയുകയാണ്, ഞാന് പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന്, അടുത്ത വാക്കാണ് ആയുക. ഐ പ്രസ്, ഞാൻ ആയുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ചുമ്മാ നിന്ന് കൊടുത്താൽ പോരാ. ഞാൻ എന്ത് ചെയ്യണം? ഐ പ്രസ് ഓൺ, ഞാൻ ആഞ്ഞും കൊണ്ട്. അല്ലെ, നമുക്കറിയാം ഓടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ നിൽക്കുന്ന എങ്ങനെയാ? ആഞ്ഞു നിൽക്കുകയാണ്. നമുക്കെങ്ങനെ നമ്മളായിരുന്ന എങ്ങനെ? നമ്മൾ ആത്മീക ഗോളത്തിൽ നമ്മൾ ആത്മീകമായിട്ട് എങ്ങനെ? നല്ല ചോദിക്കെ, കുടുംബ പ്രാർത്ഥനയ്ക്ക് നമ്മൾ വന്നിരിക്കുമ്പോഴത്തെ നമ്മുടെ ലക്ഷണം, വിളിക്കുമ്പോൾ, മീറ്റിംഗിലേക്ക് പോകുമ്പോൾ എത്രമാത്രം നമ്മൾ പ്രസോൺ ചെയ്യുന്നുണ്ട് അല്ലെ? ഓരോ വെള്ളിയാഴ്ച 3 മണി എന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു പ്രസോൺ ഉണ്ടോ? പ്രസോൺ, ആ ആയൽ. എന്നാലേ നമ്മളിൽ പുതിയ ശൈലി ഉണ്ടാകത്തുള്ളൂ. അത് നമ്മളിൽ ഉണ്ടാവണം.
അതിനുവേണ്ടിയായിരിക്കണം. അപ്പൊ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആ ദാഹം അത് നമുക്കുണ്ടാകണം. ഇനി പൗലോസ് പറയുകയാണ്, മൂന്നാമത്തെ കാര്യം പൗലോസ് പറയുകയാണ്, പുതിയ വിഷൻ, ന്യൂ വിഷൻ, ദർശനം. അതിന് പറയുന്നത് ഐ ലുക്ക്, ഞാൻ നോക്കുക, എന്റെ നോട്ടം, ഐ ലുക്ക്. രണ്ടാമത്തേതാണ് ഐ പ്രസ്, മൂന്നാമത്തെ ഐ ലുക്ക്. അതെല്ലാം പൗലോസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം പൗലോസിന്റെ ഓരോ സ്വഭാവങ്ങളെയാണ് കാണിക്കുന്നത്, ഓരോ സ്വഭാവങ്ങളെ കാണിക്കുകയാണ്. ഒന്നാമത്തേത്, പൗലോസ് ഒരു അക്കൗണ്ടന്റാണ്. സാധാരണ ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല, ഒരു അക്കൗണ്ടന്റ്. തന്റെ ജീവിതത്തിന് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. അത് പെട്ടെന്ന് മനസ്സിലായില്ലേ? ഒരു കാൽക്കുലേഷൻ ഉണ്ട്. എന്തില്ല, ഇതില്ല. നേരത്തെ പറഞ്ഞ നമുക്കൊരു കാൽക്കുലേഷനും ഇല്ല, ഉണ്ടാവണം. നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവണം. ആർക്കു വേണ്ടി? കർത്താവിന് വേണ്ടി, കർത്താവിന്റെ ഹിതത്തിനനുസരിച്ചുള്ള ഒരു കാൽക്കുലേഷൻ നമുക്കുണ്ടാവണം. അതാണ് താൻ ഒരു അക്കൗണ്ടന്റ് ആണ്. ഒരു അക്കൗണ്ടന്റ് ആണ് അത് ചെയ്യുന്നത്. ഒരു അക്കൗണ്ടന്റിന് എപ്പോഴും ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. പെട്ടെന്ന് അവർക്ക് തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്, പൗലോസ് ഒരു അത്ലറ്റ് ആണ്. ഒരു അത്ലറ്റ്. ഒന്നാമതൊരു അക്കൗണ്ടന്റ്, രണ്ടാമതൊരു അത്ലറ്റ് ആണ്. അത്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കായിക താരം, ഒരു അത്ലറ്റ്. അത്ലറ്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവനെ ഈ ആയമുള്ളൂ, പ്രസോൺ അല്ലെ? പൗലോസിന്റെ വാക്കുകളെല്ലാം ഈ കായികാഭ്യാസത്തെ കുറിച്ചുള്ള ഒത്തിരി വാക്കുകൾ. അതിലൊന്നാണ് ഐ പ്രസോൺ. ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്, ഞാൻ ആഞ്ഞും കൊണ്ട് ഓടും. ചുമ്മാ ഓടിയാൽ പോരാ, പിന്നെ ആഞ്ഞും കൊണ്ട്. എന്താണ് ആയുന്നത്? ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്, ആ ഫൈനൽ പോയിന്റ്. അല്ലെങ്കിൽ ആ റിബൺ ക്രോസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ റിലേയുടെ കപ്പ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി. ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഒരു അത്ലറ്റ്. മൂന്നാമത്തെ ഒരു എലീൻ. എലീന്റെ മലയാളം ALIEN, എലീൻ. ഒരു ദർശകൻ അല്ലെ? ഒരു വിഷനുള്ള, കാണുന്ന, അതായത് മുന്നിൽ ഒന്നുമില്ലെങ്കിൽ അതിനപ്പുറത്തേക്ക്. ഉദാഹരണത്തിന് നമുക്കൊരു വീട് വെക്കണം, അതിന്റെ ഒരു സ്കെൽറ്റൻ നമ്മൾ ഒരു പേപ്പറിൽ നമ്മൾ വരയ്ക്കുമ്പോൾ അത് നമുക്ക് എത്രത്തോളം അറിയാം ഇത് ചെയ്തു വരുമ്പോ ഇങ്ങനെ ആയിരിക്കും, ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഇതിങ്ങനെ ആയിരിക്കും. പക്ഷെങ്കിൽ ഒന്നുമില്ലായ്മയിൽ അതിനെ കാണാൻ കഴിയണം. അപ്പോൾ ഈ ആളുകൾ ഇത് വരയ്ക്കുമ്പോൾ അവർ പറയുന്നത് എനിക്ക് ഇങ്ങോട്ട് വേണം, അത് അങ്ങോട്ട് വേണം, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, അതൊക്കെ അങ്ങോട്ടിരിക്കണം, ഇങ്ങോട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ എന്ത് ചെയ്യും? അത് കാണുകയാണ് അവൻ. അപ്പോൾ ഒരു വ്യക്തി കർത്താവിലേക്ക് വരുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദർശനം, ഞാനിത് പലപ്പോഴും ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിക്കാറുണ്ട്. അപ്പോൾ എന്നെ ദൈവം കൊണ്ടു കൊടുത്ത കരങ്ങളുണ്ട്. ഞാൻ രക്ഷയിലേക്ക് വരുമ്പോൾ എന്നെ കർത്താവ് രക്ഷയിലേക്ക് നയിച്ചിട്ട് എന്നെ കർത്താവ് കൊണ്ടിട്ട ആ വ്യക്തികളിൽ ഉണ്ടായ ദീർഘവീക്ഷണം, അതാ ഞാൻ ഇന്നിവിടെ വയ്ക്കുന്നത്. അത് നിങ്ങൾക്കുണ്ടാവണം, ഓരോരുത്തർക്കും ഉണ്ടാവണം, അത് എനിക്കുണ്ടാവണം. എന്റെ കരങ്ങളിൽ കിട്ടുമ്പോൾ എന്നെ ഒരു 8 മണിക്കൂർ ഇത്രയും പേരെ എന്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. നിങ്ങളെ ഉരുക്കി ഉടച്ച് വാർക്കുക എന്നുള്ളതാണ് എന്റെ ജോലി. നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏകാഗ്രത. ഞാൻ ക്രിസ്തുവിൽ ഫോക്കസ് ചെയ്യണം. ഈ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ഫോക്കസ് എനിക്ക് കൊണ്ടുവരണം. ചുമ്മാ ഞാൻ ഇവിടെ നിന്ന് കാണുമ്പോഴും എന്തെങ്കിലും കാണടച്ച് വെടിവെച്ചിട്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ട് സമയം കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നെ നിങ്ങളുടെ കരങ്ങളിൽ തന്നിരിക്കുകയാണ്. വേറൊരു വാക്ക്, വേറൊരു ഉദാഹരണം ഞാൻ പറയാം. പൗലോസ് റോമിലേക്ക് പോകുമ്പോൾ കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. പൗലോസിനോട് ദൈവം പറയുകയാണ്, പൗലോസേ, ഇവരെ ഞാൻ നിനക്ക് വാക്ക് ഓർത്തിരുന്നോ? ദാനം ചെയ്തിരിക്കുന്നു. ഇത്രയും പേരെ ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. നീ അതൊരു സൗരഭ്യവാസനയായിട്ട് എനിക്ക് തരണം. കള്ളന്മാരും ദുഷ്ടന്മാരും പടയാളികളും എല്ലാവരും ഉണ്ട്. ഒന്നാലോചിച്ച് നോക്കി, ഏറ്റവും ഒടുവിൽ ദ്വീപിലേക്ക് ഇറങ്ങുമ്പോൾ പൗലോസിന്റെ ചുറ്റും എല്ലാവരും ഒരു മനുഷ്യനിലേക്ക് ഫോക്കസ് ആയി മാറുകയാണ്. അതിന്റെ കാരണം യേശു ക്രിസ്തു. ആ ബോധം, ആ ലക്ഷ്യം, വിഗർ, ന്യൂ ശൈലി. ഒന്നാലോചിച്ച്, എവിടെയും ഫിലിപ്പിയിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്നു പൗലോസാര്, ഒരു കൊച്ചു മനുഷ്യൻ. വേദപണ്ഡിതന്മാരൊക്കെ പറയുന്ന ഒരു കൂനി, ഒരു എന്നെക്കാട്ടിലും കഷണ്ടിയായ ഒരു മനുഷ്യൻ, താടിയൊക്കെ വളർത്തി സംസാരിച്ചാൽ ഒരു ഇതുമില്ല. നമ്മൾ ഒത്തിരി നേരം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ എന്താ പറയുക, സംസാരിക്കാൻ ഒരു വാക്ചാതുര്യമില്ലാത്ത മനുഷ്യൻ, വാക്ചാതുര്യമില്ലാത്ത മനുഷ്യൻ. ആ മനുഷ്യനിലേക്ക് നിങ്ങൾ ആർക്കും, നിങ്ങൾക്കൊരു ദ്രോഹവും ആർക്കും ഒരു ദോഷവും ചെയ്യരുത്. എല്ലാവരും എവിടെ ഉണ്ട്? എൻ്റെ അടുത്ത്.
ഓൾ ആർ ഹിയർ. ഇവിടെ ഉണ്ടെന്നേ. എന്തു ഫോക്കസിങ് ആണോ ഇത്? ഫോക്കസിങ് വരുന്നു. ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ കണ്ണുകളും എന്നിലേക്ക് നിൽക്കുക. എങ്ങനെ ഈ ഫോക്കസ് വരുന്നേ? വരണം. നിങ്ങളിൽ അതുണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ ഈ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ഞാൻ പഠിക്കുന്നത്, എനിക്ക് വേണ്ടി. ഇറ്റ്സ് ഫോർ മീ. ഞാൻ എങ്ങനെയായിരിക്കണം, എന്റെ മനസ്സെങ്ങനെ ആയിരിക്കണം, അത് നമ്മൾ പഠിക്കണം. ദൈവവചനത്തിൽ നിന്നും, ഓരോ വ്യക്തിയിൽ നിന്നും, കർത്താവിൽ നിന്നും. ഞങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ഞങ്ങളെ പഠിക്കണം. മനസ്സിലായില്ലേ? കർത്താവിൽ നിന്ന് പഠിക്കണം, കർത്താവിനെ പഠിക്കണം. കർത്താവിൽ നിന്ന് പഠിക്കണം, കർത്താവിനെ പഠിക്കണം, കർത്താവ് പറഞ്ഞതിൽ നിന്ന് പഠിക്കണം. നല്ല ചോദിക്കുക, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഒരു അക്കൗണ്ടന്റ്, ഒരു അത്ലറ്റ്, ഒരു ഏലിയൻ. ഇനിയും അതിന്റെ ബാക്കിലോട്ട് വരിക. പൗലോസ് കഴിഞ്ഞ നാളുകളെ കുറിച്ചും ഇപ്പോഴുള്ളതിനെ കുറിച്ചും ഇനി വരുവാനുള്ളതിനെ കുറിച്ചും തനിക്കൊരു ദിശാബോധം ഉണ്ടായിരുന്നു. കഴിഞ്ഞ നാളുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ, ഇത്രയും മണിക്കൂറുകൾ, ഇത്രയും ദിവസങ്ങൾ കർത്താവ് എനിക്ക് തന്നു. കർത്താവെ, ഞാനിത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചു. എത്രയോ ക്ലാസ്സുകൾ കഴിഞ്ഞു, എത്രയോ നാളുകൾ കഴിഞ്ഞു, ഞാനത് പ്രോപ്പറായിട്ട് ഞാനത് വർക്കൗട്ട് ചെയ്തു, ഞാൻ ഉപയോഗിച്ചു. അല്ലേ? പൗലോസിന്റെ കഴിഞ്ഞ കാലം ആദ്യത്തെ ഭാഗം 3-ാം അധ്യായത്തിന്റെ നടുവിൽ പൗലോസിന്റെ ഇപ്പോഴത്തെ ജീവിതം, താൻ ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു. 3, തന്റെ ഭാവി. നമ്മുടെ പൗരത്വമോ? റോമൻ പൗരത്വമുള്ള മനുഷ്യനാ പറയുന്നേ. നമ്മുടെ പൗരത്വമോ? നമ്മളായിരുന്നു എന്തോ പറഞ്ഞേനെ, നിങ്ങൾക്ക് ഒരു അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഉണ്ടെന്ന് വിചാരിച്ചു. ഒരു പച്ച സംഭവം, ഗ്രീൻ കാർഡ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ എങ്ങനെയായിരിക്കും ക്ലാസ്സിൽ ഇരിക്കുന്നത്? ഹോസ്പിറ്റലുകളിൽ 7 അയലോകത്ത് വരത്തില്ല. ഗ്രീൻ അല്ല, ഒരു ബ്ലാക്ക് കാർഡ് പോലും ഇല്ലാത്തോണ്ടല്ലേ വന്നിരിക്കുന്നത്. വരത്തില്ലല്ലോ, അതല്ലേ തരാത്തെ. എന്നാലോചിച്ചെങ്കിൽ പോലീസ് പറയുന്നത്, എനിക്ക് റോമ പൗരത്വമൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ഒരു പക്ഷെങ്കിൽ വില കൊടുത്തായിരിക്കും പഠിച്ചേ. ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നു. അപ്പൊ ആർക്കാ കൂടുതൽ ഉണ്ട്? പക്ഷെ പൗലോസ് പറയുകയാണ്, ദൈവസന്നിധിയിൽ എത്രത്തോളം താന്നിട്ട് തന്റെ കഴിഞ്ഞ നാളുകളെ ഒന്ന് വിലയിരുത്തിയിട്ട് താൻ ഇപ്പോൾ താൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. തന്റെ ഭാവിയിലേക്ക് നോക്കി പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ കർത്താവിന്റെ ഒരു പൂർണ്ണ രൂപം നമ്മൾ അവിടെ കാണുന്നത് ഇല്ലേ? കർത്താവായ യേശു ക്രിസ്തു. അല്ലെ? ഇതിൽ ഒന്ന് മാത്രം പറയാതെ ഏതെങ്കിലും ഒന്നുകൂടെ ചേർത്തേ പറയാം. നിങ്ങൾ എവിടെയായിരുന്നാലും ഒന്നി ക്രിസ്തു യേശു, കർത്താവായ യേശു, കർത്താവായ ക്രിസ്തു, ക്രിസ്തുവാകുന്ന എന്തെങ്കിലും. ഇതിന് ഒരു വാക്ക് മാത്രം നമ്മൾ ഉപയോഗിക്കരുതേ. നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴായാലും പ്രസംഗിക്കുമ്പോഴായാലും അല്ലെ, എന്തെങ്കിലും ഒന്ന്. ഇനി കുറഞ്ഞ പക്ഷം നമ്മുടെ എന്തെങ്കിലും ചേർക്ക്, നമ്മുടെ എന്തെങ്കിലും. ഇനി എവിടെ നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് ഉപയോഗിക്കുന്ന ആ വാക്കുകൾക്ക്, പൗലോസിന്റെ ആ ദിശാബോധം വർദ്ധിച്ച് അങ്ങ് ക്ലൈമാക്സിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ കർത്താവായ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട്. ഇത് പറയുമ്പോൾ പൗലോസിന്റെ ശരീരം എത്രമാത്രം ബലഹീനമാണെന്നറിയാം. ഇത് പറയുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എങ്ങനെ? തന്റെ വ്യാപാര ശക്തി കൊണ്ട്. ആ വ്യാപാര ശക്തി എന്നെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഞാൻ അത് അനുഭവിക്കണം. ആ വ്യാപാര ശക്തി എന്റെ ശരീരത്തിൽ അനുഭവിച്ചറിയണം. അനുഭവിച്ചറിയുന്ന ഒരു രംഗമാണ് തന്റെ ഉഗ്ര കോപം എന്നിൽ വെളിപ്പെടുത്തി എന്നെ തകർത്തിട്ട് എന്നെ ഉപയോഗിക്കുമ്പോൾ. അവിടാണ് ഈ വ്യാപാര ശക്തി മനസ്സിലാക്കാൻ കഴിയുന്നത്. അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എനിക്കിനിയും അനുഭവിച്ചറിയണമെന്ന്. പ്രസന്റ് നമ്മൾ പറയുമോ, എനിക്കിനിയും അനുഭവിച്ചറിയണം, എനിക്കിനിയും. ഞാൻ ഇതൊക്കെ വായിച്ചിട്ട് പൗലോസിനെ ഞാൻ ഇങ്ങനെ മനസ്സിൽ കണ്ടത് എന്തോ അത്യാഗ്രഹം, സ്പിരിച്വൽ ആത്മീയമായിട്ടുള്ള ഒരു അത്യാഗ്രഹം പറയുക. എനിക്കിനി, നമ്മുടെ ഭാഷ പറഞ്ഞ കുഴിയിലോട്ട് നമ്മൾ ഇപ്പൊ തന്നെ പറയാൻ തുടങ്ങി. എന്തുവാ?
ഓ, എനിക്ക് ഇതിനെ കൊണ്ട് ലാജിയുടെ മനസ്സിൽ ഇപ്പൊ അങ്ങനെ അല്ലയോ എന്റെ തമ്പുരാനെ എത്ര ഒന്നും ചെല്ലിയ എനിക്ക് ഇങ്ങനൊന്ന് തീർന്നു. എന്റെ പണ്ടെന്ന് ഈ ബോധം എനിക്ക് എന്താ? ദൈവത്തിന്റെ പ്രത്യേകത തക്ക സമയത്ത്, അന്നൊന്നും സമയമല്ല, ഇതാ സമയം, ഇപ്പോഴാകുന്നു. ഇതാണ് ദൈവത്തിന്റെ പ്രോപ്പർ ടൈം എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും കഴിഞ്ഞ നാളുകളെ നോക്കി നിരാശപ്പെടരുത്. ഇപ്പോൾ ദൈവം എന്തെന്റെ ജീവിതത്തിൽ ചെയ്യുന്നു എന്നുള്ളതായിരിക്കണം നമ്മുടെ ഇന്ന്, ഇപ്പോൾ, പ്രസന്റ്. ഞാൻ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ വിരുദിനായിട്ട് ഞാൻ ലാക്കിലേക്ക്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ സ്പിരിച്വൽ മൈൻഡായി മാറി. ആത്മീക മനസ്സാണ് ഞാൻ ഇവിടെ വിശദീകരിച്ചത്. ഇങ്ങനെ ഒരു ആത്മീയ മനസ്സ് നമുക്കുണ്ടോ? ഒരു സ്പിരിച്വൽ മൈൻഡ് വരണം, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. നമ്മൾ ബാക്കിയുള്ളവരെ നോക്കി അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നമുക്കും ആകാം, എനിക്കും ആകാം. എങ്ങനെ? ഞാൻ ദൈവാത്മാവിന് വിധേയപ്പെട്ട് ഞാൻ ജീവിക്കുമ്പോൾ. നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സുരക്ഷിത മനസ്സ്, സെക്യൂർ മൈൻഡ് അല്ലെങ്കിൽ ഹോളി മൈൻഡ്. എനിക്കൊരു വിശുദ്ധ മനസ്സുണ്ടാകണമെങ്കിൽ, ഒരു സുരക്ഷിത മനസ്സുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെതായ 3 കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ വർക്കൗട്ട് ചെയ്യണം. ദൈവത്തിൻ്റെതായ 3 കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ വർക്കൗട്ട് ചെയ്യണം. 1, ഗോഡ്സ് പീസ്, ദൈവത്തിന്റെ സമാധാനം. ദൈവത്തിന്റെ സമാധാനം അത് സകല സകല യുക്തിയെയും കവിയുന്ന, സകല കാരണത്തെയും കവിയുന്ന ദൈവ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന, ഇറ്റ് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. അതാണ് ദൈവത്തിന്റെ സമാധാനം എന്ന് പറയുന്നത്. ചോദിക്കണം, എങ്ങനെ നിനക്ക് ഇത്ര സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും? എങ്ങനെ സമാധാനത്തോടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നു? അതിനാണ് സാധു കൊച്ചു കുഞ്ഞ് ഉദയശേരിയോ പാടിയിരിക്കുന്നത്, മുന്നിലൊരു ചോടുവയ്പാൻ മാത്രമേട കാണുന്നു ഞാൻ. ഒന്ന് ആലോചിച്ച്, ദൈവത്തിലുള്ള ഏകാഗ്രതയും ആ പ്രത്യാശയും, ആ ഒരു ചുവട് മതി, അത് മതി എനിക്ക് മുന്നോട്ട് ഓടാൻ. നമ്മൾ ഒരുപാട് ദൂരം, നമ്മൾ ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് രാത്രിയിൽ ലൈറ്റ് ഇട്ടിട്ട്, ഇപ്പം ബാബുച്ചാൻ പറയുക, തുറവൂര് വരെ വെട്ടം കിട്ടിയാലേ ഞാൻ പോകത്തുള്ളൂ. ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളായിട്ട് എപ്പോഴും അങ്ങോട്ട് പോകുന്ന കേട്ടോ. തുറവൂര് വരെ വെട്ടം കിട്ടിയാലേ ഞാൻ. അങ്ങനത്തെ ഒരു യുക്തി ഉള്ളത് കൊണ്ടുമാണ് നമ്മൾ ഇപ്പോഴും ഇരിക്കുന്നത്. ഓടാൻ പറ്റാത്തതിന്റെ കാരണം അത്രേ ഉള്ളൂ. ലളിതം, ലളിതമാണ്. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ്. എന്ത്? എനിക്ക് പുനലൂര് വരെ വെട്ടം കിട്ടിയാലേ ഞാൻ. ഭയങ്കര നിർബന്ധമാണ്. എങ്ങനെ പാന, എവിടെ പാന, ആ ഒരു യുക്തി നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? ഈ വെട്ടം എവിടെ വരെ ചെല്ലുന്നു അവിടെ വരെ ഞാൻ എന്ത് ചെയ്യുന്നു? പോകുന്നു. അപ്പോൾ എനിക്ക് അടുത്ത വെട്ടം കിട്ടും. ആ യുക്തി എന്ത് ആത്മീയമായിട്ട് ഉപയോഗിച്ചുകൂടാ? ഇപ്പോഴത്തെ നമ്മുടെ പ്രകാശം അനുസരിച്ച് ഓടിക്കോ. അവിടെ ചെല്ലുമ്പോൾ അടുത്ത പ്രകാശം നമുക്ക് ലഭിക്കും. അതിനാണ് പറയുന്നത് ഡിവൈൻ ഗൈഡൻസ് എന്ന് പറയുന്നത്. സുവിശേഷകൻ ഫിലിപ്പോസ് അല്ലേ? നമ്മുടെ ഫിലിപ്പോസ് അല്ല, മറ്റേ ബൈബിളിലെ ഫിലിപ്പോസ്. ഫിലിപ്പോസ് ഒരിക്കലും ഇങ്ങനെ ഇരിക്കുമ്പോൾ വന്ന് പറയുകയാണ്, നീ എഴുന്നേറ്റ് എങ്ങോട്ട് പോകണം? ഗസയ്ക്കുള്ള. യെസ്, നമ്മൾ അന്നേ നമ്മുടെ യുക്തി വർക്ക് ചെയ്യും. എവിടെ പോകണം കർത്താവേ? അല്ല ദൂത, നിർജ്ജനം. നിർജ്ജനം ഇസിക്കൽ ടു ഒരു മാനും മാഞ്ച. നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു മാനും മാഞ്ചാതിയും ഇല്ലാത്ത നാട്ടിലോട്ട് യുക്തിക്ക് സ്ഥാനമുണ്ടോ? ഉണ്ടോ? ചോദ്യം ചോദിക്കാമോ? നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞാൽ എവിടെ പോകണം? നിർജ്ജന പ്രദേശത്ത് തമ്പുരാൻ ഉദ്ദേശിക്കുന്ന ആളെ കൊണ്ടുതരാൻ ദൈവത്തിനറിയാം. ആ ആള് ഫിലിപ്പോസിന് വേണ്ടി കാത്തിരിക്കുവാന്നോ? ഫിലിപ്പോസ് നിൽക്കുന്നിടത്ത് ഈ പുള്ളി ലക്ഷ്യമാക്കി വരികയാണോ? പിന്നെ ഒന്ന് ചിന്തിച്ചേ. ഫിലിപ്പോസ് നടന്നു വരുന്നു, അതിനെ ഒരാൾ കൃത്യമായിട്ട് പാസ് ചെയ്യും. അതിനാ പറഞ്ഞേ, ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ. അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്?
അനുഭവിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഫിലിപ്പോസിന് പറയാം എത്ര പെൺമക്കളുണ്ട്, അവരുടെ കാര്യങ്ങൾ. രാവിലെ ഒരിച്ചിരി ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും കഴിച്ചിട്ട്, പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉണ്ട്, ഒരു ഗുളിക കഴിക്കാനെങ്കിലും ഒരു അവസരം, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നാൽ ആര് പാസ് ചെയ്യും? ഈ പുള്ളി ആരാ? ഈ ഷണ്ണൻ മന്ത്രി. ഓ ഓട്ടം, പേരിന്റെ ഓട്ടം ഒന്ന് ചിന്തിച്ചേ. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മുടെ യുക്തി ഉപയോഗിച്ച് എന്ത് ചെയ്തേനെ? ആദ്യം കൈ കാണിക്കും, നിർത്തിയില്ലെങ്കിൽ കൈയടിക്കും, നിർത്തിയില്ലെങ്കിൽ തിരിഞ്ഞു പോകും. എത്രന്നും ചൊല്ലി ഓടാന്, പ്രത്യേകിച്ച് ഈ കാലത്തെ ഉപദേശിമാർ എത്രന്നും ചൊല്ലി ഓടാൻ പറ്റും നമുക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിയ, തേരിന്റെ കൂടെ ഓടി നടന്നോ? അടി ഓടി. ആ തേര് നടക്കുവന്നോ? ആ ആളുകൾ ചുമന്നുകൊണ്ട് പോകുന്നവര് നടക്കുമല്ല, അവര് ഫാസ്റ്റായിട്ട് ഓടുന്നതിന് തുല്യമായിട്ടാണ് അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കിക്കോ, ഇനി അടുത്ത് ശ്രദ്ധിച്ചു കേട്ടോളെ. ഇനി തേരിന്റെ കൂടെ അദ്ദേഹം ഓടുക മാത്രമാണോ? നമ്മളന്നെ പറഞ്ഞോ നിർത്തനവിടെ, നിർത്തനവിടെ. എന്റെ അടുത്ത് ദൂരം പറഞ്ഞ നിർത്തൂടെ, എനിക്ക് ചില കാര്യങ്ങൾ. നോ, നീ ഓടി സുവിശേഷം പറയണം. ഓടി സുവിശേഷം പറയുന്നവനെ തേരിനകത്തിരുത്തി സ്നാനത്തിന് ക്ലാസ് എടുപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. യുക്തി ഉപയോഗിച്ച ഇതൊന്നും നടക്കത്തില്ല. നീ ആഫ്രിക്ക സുവിശേഷം എത്തത്തില്ല. അവിടെ യുക്തിക്ക് യാതൊരു സ്ഥാനവും ഇല്ല. തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞ നടന്നോണം, ഓടാൻ പറഞ്ഞ ഓടിക്കോണം, പോവാൻ പറഞ്ഞ പൊക്കോണം, പറയാൻ പറഞ്ഞ പറഞ്ഞോണം. 2 പ്രാവശ്യം തേര് നിർത്തിയെന്ന് ഇല്ലേ? അത് 1 പ്രാവശ്യം നിർത്തിയുള്ളൂ. ഞാൻ വായിക്കുമ്പോ 2 പ്രാവശ്യം നിർത്തി. ഒന്നെന്തിനാ? ഇദ്ദേഹത്തെ അതിനകത്ത് കയറ്റാൻ. എനിക്ക് വേണ്ടി മന്ത്രിയുടെ തേര് നിർത്തി തരുന്ന ദൈവമാണ്. ആത്മാവിൽ നിറഞ്ഞവനാണെങ്കിൽ, ആത്മാവിന്റെ നിയന്ത്രണം അനുസരിച്ച് പോകുന്നവരാണെങ്കിൽ മന്ത്രിയുടെ വണ്ടി നിർത്തിത്തരാൻ ദൈവത്തിന് കഴിയും. നമ്മൾ നിർത്തേണ്ട ആവശ്യമില്ല, നമ്മൾ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നീ ഒരു നിമിഷം പോലും താമസിക്കരുത്. നീ സമയത്തിന് വില കൽപ്പിക്കുന്നവനായിരിക്കണം, നീ സമയം വീണ്ടെടുക്കുന്നവനായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും, സംശയമൊന്നുമില്ല. ദൈവം നമ്മളിലൂടെ ചെയ്യേണ്ടത് ചെയ്യും, ചെയ്തെടുക്കും. ആ ദൈവമാണ് നിങ്ങളെ ഇവിടെ കൃത്യസമയത്ത് കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ പവർ സംഭരിച്ച് ഓടാൻ പോവുക, ഇതിന് തമ്പുരാന് വേണ്ടി, കർത്താവിന് വേണ്ടി ശോഭിക്കാനായിട്ട് പോവുക, പ്രയോജനപ്പെടാനായിട്ട് പോവുകയാണ്. അപ്പോൾ നല്ലജുമെങ്കിൽ ബൈബിളിലെ ഓരോ സംഭവങ്ങൾ, ഓരോ ചരിത്രങ്ങൾ. 2 പേരെ, പത്രോസ് യോഹന്നാൻ, ഒരു പ്രായം കൂടിയ ആള്, പ്രായം കുറഞ്ഞ ആള്, 2 പേരെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. ഇങ്ങോട്ട് വിളിച്ചിട്ട് കർത്താവ് പറഞ്ഞു പോയി കഴുതി അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. 3.5 വർഷം കർത്താവിന്റെ കൂടെ നടന്ന് BTH ഉള്ള ടീമുകളാണ് ഇവരെല്ലാം, ഈ 2 എണ്ണം. നമ്മൾ അദ്ദേഹത്തോ പറഞ്ഞു കഴുത അഴിക്കാൻ. ഇനി ഞാൻ ആ കഴുത അഴിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് എന്റെ ഉപ്പാപ്പനും കൊച്ചപ്പനും ചിറ്റപ്പനും എന്റെ അയലൊക്കത്തെ ആള് കണ്ടായിരുന്നോ പറയും, പണ്ട് ഇവ മീനെ പിടിക്കുന്നവനായിരുന്നു, 3.5 വർഷം കൊണ്ട് കർത്താവിന്റെ കൂടെ നടന്നിട്ട് ഭാര്യ പിടിക്കുന്നവനായി. പറയത്തില്ലയോ? നീ നിന്ന സഹിക്കാൻ തയ്യാറാണോ? കർത്താവ് പറയുന്ന അനുസരിച്ചേ പറ്റൂ. ഇനിയും അടുത്തത്, ഈ കഴുതി അഴിച്ചുകൊണ്ട് കൃത്യമായിട്ട് കൊടുത്തോണ്ട് ആ 2 പേരെ തന്നെ പെസകി ഒരുക്കാൻ പറ്റും. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക, ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് വരും. ആ മനുഷ്യന്റെ പുറകെ പോകണം. അവരൊരു വിരിച്ചൊരുക്കിയ വന്മാലിക കാണിച്ചു തരും. എനിക്ക് നിങ്ങൾ അവിടെ ചെന്നുടനെ കർത്താവ് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ? ഞാൻ എത്ര വാഞ്ചയോടെ കാത്തിരിക്കുകയായിരുന്നു നിങ്ങളോടുകൂടെ ഈ പെസഹ. കർത്താവിന്റെ വാഞ്ച നിറവേറ്റണോ? കർത്താവിന്റെ ആഗ്രഹം നിറവേറ്റണോ? കൃത്യസമയത്ത് ചെയ്തോണം. തമ്പുരാൻ പറയുന്നത് ചെയ്തോണം. കഴുതി അഴിക്കാനാണെങ്കിൽ അത്, ഓടാനാണെങ്കിൽ ഓടി, എന്താണെങ്കിലും കർത്താവ് പറയുന്നത് ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടായിരിക്കണം. ഈ പത്രോസും യോഹന്നാനും എന്ന് പറയുന്ന പേരിനെ ദൈവം അങ്ങോട്ട് ഉപയോഗിച്ചതിന് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഈ 2 പേരെയും, ആ യോഹന്നാൻ ഏറ്റവും ഒടുവിൽ വെളിപ്പാട്, പത്മോസ് ദ്വീപ്, വെളിപ്പാട് പുസ്തകം എഴുതുന്നു, ഏറ്റവും പ്രായം കൂടിയവനായിട്ട് മരിക്കുന്നു. ആലോചിച്ച് അവരെവിടെ വരെ പോയി നോക്കി. അവരുയർന്ന് എവിടെ വരെ ആത്മീകമായിട്ട് അവരുടെ ആ സ്പിരിച്വൽ മൈൻഡ്, അവരുടെ ആത്മീക മനസ്സ്
എത്രമാത്രം പുഷ്ടിപ്പെട്ടു എന്ന് നോക്കി. വേണോ ഇതുപോലെ ഒരു ആത്മീയ മനസ്സ്? പൗലോസ് പറയുന്ന പാഠങ്ങൾ നമ്മളൊന്ന് കേട്ട് നോക്കിയേ. ഇനിയും 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു സെക്യൂർ മൈൻഡ്, ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു മനസ്സ്, ഒരു വിശുദ്ധ മനസ്സ് എനിക്ക് വേണമെങ്കിൽ, ഒന്ന്, ദൈവത്തിന്റെ സമാധാനം എന്നിൽ വാഴണം. ഗോഡ്സ് പീസ് 4:1 മുതൽ 9 വരെ. 2, ദൈവശക്തി, ഗോഡ്സ് പവർ, ദൈവത്തിന്റെ ശക്തി എന്നിൽ വ്യാപരിക്കണം. ദൈവത്തിന്റെ ശക്തി എന്നിൽ വ്യാപരിക്കണമെങ്കിൽ എന്റെ ശക്തി ഇല്ലായ്മ ആകണം. എന്റെ ശക്തി ഈസിക്കൽ ടു, എന്റെ ശക്തി ഒന്ന്, എന്റെ ജഡത്തെക്കാൾ ശക്തിയുള്ള ഒന്ന് എനിക്കുണ്ട്. എന്താണ്? എന്റെ യുക്തി, എന്റെ ബുദ്ധി. അതാണ് ശക്തി. എല്ലാത്തിനും ഓപ്പോസിറ്റ് ഇരിക്കുന്നത് എന്റെ യുക്തിയാണ്. നമ്മൾ പലപ്പോഴും എനിക്കങ്ങനെ തോന്നുന്നില്ല അല്ലേ? എന്താണ് എനിക്കങ്ങനെ തോന്നാത്തത്? എന്റെ യുക്തി അത് ഭയങ്കര ശക്തിയാണോ? ഭയങ്കര പവറാണ്. അപ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കണം. അതാണ് പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഈ എന്നെ ശക്തനാക്കുന്നവൻ, ആ വാക്കിന്റെ അർത്ഥം എന്താ? നമ്മളായിരുന്നു എങ്ങനെ പറഞ്ഞത്? എന്നെ ശക്തനാക്കിയവൻ മുഖാന്തരം അല്ലെ? എന്നെ ശക്തനാക്കുന്നവൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എന്നെ ഇന്നും നാളെയും കഴിഞ്ഞ നാളിലും എന്നെ ശക്തനാക്കുന്നവൻ. 3 പ്രയോഗങ്ങൾ. ഒന്ന്, എന്നെ ശക്തനാക്കി, എന്നെ ശക്തനാക്കിക്കൊണ്ടിരിക്കുന്നു, എന്നെ ശക്തനാക്കും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അതിനാണ് പൗലോസിന്റെ ജഡത്തിലെ ശൂലം മാറ്റിത്തരത്തില്ലെന്ന് തമ്പുരാൻ പറഞ്ഞു. ഇത്രയും മനസ്സിലായില്ലേ? പൗലോസ് താണപേക്ഷിച്ച്, കീണപേക്ഷിച്ച് 3 പ്രാവശ്യം എന്റെ ഈ ശൂലം ഒന്ന് മാറ്റിത്തരാം. നോ, പറ്റത്തില്ല. ഞാൻ വിചാരിച്ചാൽ പോലും പറ്റത്തില്ല. കാരണം നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം പരിസമാപ്തിയിൽ എത്തണമെങ്കിൽ നിന്റെ ശൂലം മാറ്റിത്തന്നാൽ ഒരു വാക്കൂടെ വേണം. മാറ്റിത്തന്നാൽ ഞാൻ ആദിയായി, നിങ്ങളും എല്ലാവർക്കും ഉണ്ടെന്നേ, പക്ഷെങ്കിൽ എന്നെ കുറിച്ച് ദൈവത്തിന് നന്നായിട്ട് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് നടച്ചു പോകുന്നത് ഉണ്ടായിരുന്നേ. കൃത്യസമയത്ത് തൊട്ട് ലെവലാക്കി വെച്ചിരിക്കുക. താങ്ക് യു. അത് ദൈവത്തിന്റെ നിർണയം. തടവറകൾ ദൈവത്തിന്റെ ഡിറ്റർമിനേഷൻ നമുക്ക് തരും. ദൈവത്തിന്റെ നിർണയങ്ങൾ നമുക്ക് തരും. സങ്കീർത്തനങ്ങൾ ഓടിപ്പോകുമ്പോൾ പാടണമെങ്കിൽ അല്ലെ, ഗുഹയിലിരിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കി അല്ലെ, കാട്ടിൽ കിടക്കുമ്പോൾ ആകാശം ദൈവത്തിന്റെ. എന്ന് നല്ലൊരു സങ്കീർത്തനം എഴുതി വെച്ചേക്കുന്നേ. എവിടെ കിടന്നാലേ എഴുതാൻ പറ്റൂ? പട്ടുമത്തേ കിടന്നാൻ പറ്റുമോ? മേലോട്ട് നോക്കുമ്പോൾ ലൈറ്റും ഫാനും ഒക്കെ കാണത്തുള്ളൂ. എവിടെ കിടക്കണം? അത് വരണം, എന്നാലേ പറ്റൂ. ഓക്കെ. അപ്പോൾ മൂന്നാമത്തേത് 4-ാം അധ്യായത്തിന്റെ 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. 4:14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഗോഡ്സ് പ്രൊവിഷൻ, ദൈവത്തിന്റെ കരുതൽ. 4:14 മുതൽ 23 വരെ. ഗോഡ്സ് പ്രൊവിഷൻ. നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? നമ്മളിപ്പോ ഒരാളെ അങ്ങ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. അതൊക്കെ നമുക്കൊക്കെ ഇച്ചിരി ചീച്ചിയാ ഇല്ലേ? അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഒന്നാമത്തേത് ഗോഡ്സ് പീസ്, രണ്ടാമത്തേത് ഗോഡ്സ് പവർ, മൂന്നാമത്തേത് ഗോഡ്സ് പ്രൊവിഷൻ. ഒന്നാമത്തേത് ദൈവത്തിന്റെ സമാധാനം, രണ്ടാമത്തേത് ദൈവത്തിന്റെ ശക്തി, മൂന്നാമത്തേത് ദൈവത്തിന്റെ കരുതൽ. ദൈവത്തിന്റെ കരുതൽ അനുദിനം അനുഭവിച്ച് നമ്മൾ ജീവിക്കണം. ദൈവത്തിന്റെ കരുതൽ അനുദിന ജീവിതത്തിൽ അനുഭവിച്ച് ജീവിക്കുന്നവരോടാണ് ദൈവത്തിന് ഇഷ്ടം. നമ്മളോ തക്ക സമയത്ത് ദൈവം നമ്മളെ കരുതി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അവരോട് ദൈവത്തിന് ഇച്ചിരി പ്രിയം കൂടും. എന്താ കാര്യം? ഇവനാണ് വിശ്വാസി. ഇവനാണ് ആര്? വിശ്വാസി. ഇവനാണ് ദൈവമൈതൻ. ദൈവത്തിന്റെ പ്രത്യേകത, തക്ക സമയത്ത് അവൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? കരുതും. തക്ക സമയത്ത് കരുതുമെങ്കിൽ
ദൈവത്തിന്റെ കരുതൽ നമ്മൾ അനുഭവിക്കുന്നവരായിരിക്കും. അപ്പോൾ ദൈവത്തിന്റെ കരുതൽ, നേരത്തെ പറഞ്ഞത്, നമ്മളൊരാൾ അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം നിങ്ങളെ ധൈര്യമുണ്ടോ പറയാൻ? എന്റെ ദൈവം നിങ്ങളെ, ചങ്കൂറ്റമുണ്ടോ പറയാൻ? എന്റെ ദൈവം നിങ്ങളെ കരുതുമെന്ന് പറയാൻ, എന്റെ ദൈവം നിങ്ങളെ സൂക്ഷിക്കുമെന്ന് പറയാൻ പൗലോസിന് പറയേണ്ട ആവശ്യമില്ല. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെയും ദൈവമാണ്. അത് നമ്മൾ ഇന്നും പറഞ്ഞുകൊണ്ട് കിടക്കുക. മാറട്ടെ, പുതിയൊരു ശൈലി വരട്ടെ, ന്യൂ ബിഗർ, പുതിയ മൂല്യങ്ങൾ നമ്മളിലേക്ക് വരട്ടെ, നമ്മളൊരു ദൈവ മനുഷ്യനായിട്ട് മാറട്ടെ. പൗലോസ് തിമോത്തിയോസിനെ വിളിക്കുകയാണ്, എന്ത്? ദൈവ മനുഷ്യനായുള്ളോവേ. താൻ മുഖാന്തരം രക്ഷയിലേക്ക് വന്ന ഒരു മനുഷ്യൻ ആരായി മാറുന്നു? പൗലോസ് മാറ്റിയെടുക്കുകയാണ്. അതാണ് പൗലോസിന്റെ ശിഷ്യത്വത്തിന്റെ, ആ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ, നീ അത് വിട്ടോടി. അത് പറയണമെങ്കിൽ പൗലോസിന്റെ ആ പവർ, തന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അതാണ്. എന്റെ ദൈവമോ മതി, ഇതിൽ കൂടുതലൊന്നും വേണ്ട. ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കട്ടെ, എല്ലാവരും അവിടെ നിൽക്കട്ടെ. എന്റെ ദൈവമോ പറയണം. അത് പറയാൻ നമുക്ക്, അത് പറയണമെങ്കിൽ ദൈവത്തിന്റെ സമാധാനം എന്നിലുണ്ടായിരിക്കണം. അത് പറയണമെങ്കിൽ ദൈവത്തിന്റെ പവർ എന്നിലുണ്ടായിരിക്കണം, ദൈവത്തിന്റെ ശക്തി എന്നിലുണ്ടായിരിക്കണം. നമ്മൾ പറയാറുണ്ട്, ഈ അത്യന്ത ശക്തി പാടാറുമുണ്ട്. ഈ അത്യന്ത ശക്തി എവിടെ ഉണ്ട്? ഈ മൺപാത്രങ്ങളിൽ ദൈവം എന്ത് ചെയ്തിരിക്കുക? നമ്മുടെ ഇരുമ്പും മാട്ടവും പഴുതിയൊക്കെ കണ്ടാല് വരണം, ഉണ്ടാവണം, പവർ നമ്മളിൽ ഉണ്ടാവണം, ആ വ്യാപാരം നമ്മളിൽ ഉണ്ടാവണമെന്നേ. അതെനിക്ക് വേണ്ടി, എന്റെ വിശ്വാസ ജീവിതത്തിന് വേണ്ടി, എന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി അതുണ്ടായിരിക്കണം. അപ്പോൾ 4 അധ്യായങ്ങൾ. ഇത് ഈ 4 അധ്യായങ്ങളുടെ ഒരു കുഞ്ഞ് ഔട്ട്ലൈനാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിന്റെ ബ്രോഡ് ഔട്ട്ലൈൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ലെസൺസ് നിങ്ങൾക്ക് ഓഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. ഇതിൽ നിന്നൊരു അസൈൻമെന്റ് തരാം, 2 അസൈൻമെന്റ്സ് തരാം. ഒന്ന്, തിസീസ് വരുമല്ലോ. അസൈൻമെന്റ്സും ഉണ്ട്, തിസീസും ഉണ്ട്. തിസീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പഠിച്ച 2 വർഷം 3 വർഷം പഠിച്ചതിനെ എല്ലാം എടുത്തുകൊണ്ട് നിങ്ങളൊരു പുതിയ സബ്ജക്റ്റ് കണ്ടുപിടിച്ച് അതിനെ എലാബറേറ്റ് ചെയ്ത് അതിനെ സ്ഥാപിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? തിസീസ്. അല്ലാതെ ചുമ്മാ എവിടുന്നെങ്കിലും മോട്ടിച്ച് അടിച്ചു മാറ്റി കോപ്പി അടിച്ച് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ വെച്ച് ഫിറ്റ് ചെയ്ത് കൊണ്ടു കൊടുക്കുന്നതിനല്ല. തിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു സബ്ജക്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ തിസീസിനുള്ള ചില സാധനങ്ങൾ അങ്ങോട്ട് തരുന്നേ, ഓരോ സംഭവം. അപ്പൊ ഫുൾ ബൈബിളിൽ നിന്ന് നമുക്കൊരു സബ്ജക്ട് ഉണ്ടാക്കാം, ഒരു പുസ്തകത്തിൽ നിന്ന് നമുക്കൊരു സബ്ജക്ട് ഉണ്ടാക്കാം, മനസ്സിലായില്ലേ? ഒരു അധ്യായത്തിൽ നിന്നുണ്ടാക്കാം. ഇപ്പൊ ഈ ഫിലിപ്പ് ലേഖനത്തിൽ നിന്നും ഗോസ്പൽ ഇൻ ഫിലിപ്പീൻസ്, മനസ്സിലായി? ഫിലിപ്പ് ലേഖനത്തിൽ സുവിശേഷം ഒരു സബ്ജക്ട്, ചെറിയൊരു സബ്ജക്ട്. ഫിലിപ്പ് ലേഖനത്തിലെ സുവിശേഷത്തെ കുറിച്ച് എന്തൊക്കെയാണ് പൗലോസ് ഈ ഫിലിപ്പ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്? അത് നല്ലൊരു പഠനമാണ്. ഒരു ഉദാഹരണം തരാം. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് ഉപയോഗിക്കുന്ന വാക്കാണ്, നമ്മുടെ കർത്താവിനുള്ളൊരു പേര്. ആദ്യത്തെ പേര് എന്താണ്? ക്രിസ്തു യേശു. ഇതിനകത്തും നമുക്ക് എന്തെങ്കിലും കിട്ടൂ? ചിന്തിക്കണം. അവിടാണ് നിങ്ങളുടെ വിശ്വാസത്തെക്കാൾ എന്താ വേണ്ടത്? യുക്തി വേണ്ടത്. അവിടെ നിങ്ങൾക്ക് എന്ത് വേണം? യുക്തി വേണം. ക്രിസ്തു യേശു, അത് സുവിശേഷവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് ചിന്തിക്കാവൂ. ഭയങ്കരമായിട്ട് അങ്ങ് ചിന്തിച്ച് നിങ്ങളുടെ ബ്രെയിൻ ബ്രേക്ക് ചെയ്ത് കളയരുത്. ക്രിസ്തു യേശു, ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തു, ക്രിസ്തു, ക്രിസ്റ്റോസ്, മെസായ, ദൈവം. യേശു എന്ന് പറഞ്ഞാൽ യേശു, താഴ്ചയുള്ള നാമം. ഭൂമിയിലേക്ക് വന്നപ്പോൾ എടുത്ത, അപ്പോൾ ക്രിസ്തു ആരായി തീർന്നു? യേശുവായി. സുവിശേഷം ഒരു പോയിന്റ് കിട്ടിയില്ലേ? ഇങ്ങനെ അങ്ങോട്ട് പൊക്കോ. സിമ്പിൾ അല്ലേ? കേട്ട് കഴിയുമ്പോൾ സിമ്പിളാ. കണ്ടുപിടിക്കണം, ബുദ്ധിയായിട്ട് കണ്ടുപിടിക്കണം. അങ്ങനെ ഓരോ അല്ലെങ്കിൽ അങ്ങനെ. ഇനിയും നേരത്തെ ഞാൻ പറഞ്ഞു 1-ന്റെ 1
1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും. അപ്പൊ അവരൊരു വാക്ക് കിട്ടിയില്ലേ, ദാസൻ. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമൊക്കെ അങ്ങ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പൗലോസ് ആരായിരുന്നു? പൗലോസിന് ആരാകാമായിരുന്നു? പക്ഷെ ഇപ്പൊ ആരായി? അപ്പൊ ക്രിസ്തുവിന്റെ അതേ നേച്ചർ ആരിൽ വന്നു? പൗലോസിൽ വന്നു. പൗലോസ് ഭയങ്കര ഉന്നതനായിരുന്നു. മനസ്സിലാക്കുന്നത്, ചരിത്ര പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ അന്ന് തർസോസിലെ 3 ധനാഢ്യന്മാരെ എടുത്താൽ അതിൽ ശ്രേഷ്ഠനായിരുന്നു പൗലോസിന്റെ ഫാദർ. അദ്ദേഹം ഭയങ്കര തടി ബിസിനസ്, അതുപോലെ തന്നെ ഈ ഈ തടി കയറ്റി അയക്കുന്ന അങ്ങനത്തെ ഒരു പട്ടണമായിരുന്നു അത്. ഭയങ്കര ബിസിനസ്. അതുപോലെ തന്നെ ഈ കൂടാരത്തിന്റെ ശീലകൾ, അതിന്റെ ബിസിനസ്. അങ്ങനെ ഭയങ്കര പണക്കാരനായിരുന്നു. ഒരു നിമിഷം കൊണ്ട് താൻ ആരാവാൻ തീരുമാനിച്ചു? കർത്താവിന്റെ ദാസനായിട്ട് മാറുകയാണ്. അതാണ് സുവിശേഷം. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മാത്രമേ സുവിശേഷമായിട്ട് നമുക്ക് എന്തുണ്ടായിരുന്നുള്ളൂ? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മളിൽ നിന്ന് എന്ത് പോയി? സുവിശേഷം നഷ്ടപ്പെട്ടു. എന്റെ ജീവിതത്തിലും ഇല്ല, എന്റെ വാക്കിലും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഓരോ വാക്കുകൾ, ഗോസ്പൽ ഇൻ ഫിലിപ്പൈൻസ്, നല്ലൊരു പഠനമാണ്. നിങ്ങളത് പഠിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. പിന്നെ അടുത്തൊരു വിഷയം, പൗലോസും കർത്താവും. പൗലോസും കർത്താവും, പോൾ ആൻഡ് ഹിസ് ലോർഡ്. പൗലോസും തന്റെ കർത്താവുമായിട്ടുള്ള കണക്ഷൻസ് ഇവിടെ പറഞ്ഞിട്ട് ഈ അധ്യായത്തിൽ, ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പോൾ ആൻഡ് ഹിസ് ലോർഡ്. ലോർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കർത്താവ്. കർത്താവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവൻ. പെട്ടെന്നൊരു ഉദാഹരണം, പത്രോസിനോട് കർത്താവ് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. ഞാൻ എന്റെ സഭയെ പണിയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ടായിട്ട് വരുമ്പോൾ പത്രോസിനോട് പറയുന്നുണ്ട്, ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു, അവരെന്നെ തല്ലും കൊല്ലും, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പത്രോസ് കർത്താവിനോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഓർമ്മയുണ്ടോ? കർത്താവിനോട് പത്രോസ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്. അത് മലയാളത്തിൽ ഇച്ചിരി ഒരു സെന്റൻസ് ആണ്, പക്ഷെ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോ ലോർഡ്, നിനക്കങ്ങനെ കർത്താവേ അരുത്. അത് കർത്താവേ, അത്രയും ഓർമ്മയില്ലായിരുന്നു നമുക്കല്ലേ? കർത്താവേ അതരുത് എന്ന് പറഞ്ഞാൽ ലോർഡ് നോ. എന്നാലും ഇത് തമ്മിൽ ചേരുന്നുണ്ടോ? ഇത് തമ്മിൽ ചേരുന്നുണ്ടോ? ലോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നീ പറയുന്ന എന്തും ഞാൻ കേട്ടോളാം, അനുസരിച്ചോളാം. യെസ് യെസ് യെസ്. ലോർഡ് എന്ന് പറഞ്ഞാൽ എസ് എന്നാ അതിന്റെ അർത്ഥം. ലോർഡ് എന്ന് പറയുമ്പോ ഞാൻ എസ് ആയിരിക്കണം. പത്രോസ് എന്താ പറഞ്ഞേ? ലോർഡ് നോ. ഇതുപോലെ നമ്മൾ ലോർഡ് കർത്താവാ ശരിയാ, ലോർഡാ ശരിയാ, പക്ഷെ ഞാൻ എന്താ പറയുന്നേ? നോ. കർത്താവ് നമ്മളെ നോക്കി എന്താ പറയും? നോ. അത്രേ ഉള്ളൂ, വ്യത്യാസം അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ പറയണം? ലോർഡ് യെസ്. എന്ത് പറഞ്ഞാലും യെസ് എന്ന് പറയാനുള്ള ഒരു ചങ്കുറ്റം നമുക്കുണ്ടായിരിക്കണം, ഒരു ധൈര്യം, ദൈവകൃപ നമുക്കുണ്ടായിരിക്കണം. അവിടെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. ഇത് കർത്താവിനെ പരീക്ഷിച്ച് തെളിയിച്ച് പത്രോസിനെ പെന്തക്കോസ്ത് നാളിൽ എഴുന്നേൽപ്പിച്ച് നിർത്തണം. എവിടെ വരെ പോയി ആലോചിച്ച് നോക്കി. തകർത്ത് 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 പത്രോസിനെ കൊണ്ടുപോയ രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. രാഗി ആലോചിച്ച്, ഒരു ദൈവദാസൻ കുത്തിയിരുന്ന് 2 കൈയും തലയെ വെച്ചിരുന്ന് പ്രാവുക എന്ന് പറഞ്ഞാൽ ചുമ്മാ പ്രാവുമല്ല, 2 കൈയും തലയെ വെച്ച് ആരെയാ പ്രാവുന്നേ? താക്കോലുകളെല്ലാം കൈ വെച്ചുകൊണ്ടിരിക്കുന്നവൻ കർത്താവിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പ്രായിക്കൊണ്ടിരിക്കുന്നു. എവിടെ തുടങ്ങി? നോ ലോ. തൊട്ട് നേരത്തെ വിളിച്ചൊരു വിളിയുണ്ട്, ബറിയോനാ ശിമോനെ നീ ഭാഗ്യവാൻ. ഓ, ഭാഗ്യവാൻ ആരായി മാറുന്നു? സാത്താനെ. നോ ലോർഡ്. ഇവിടെ വരെ പോയി, അങ്ങേയറ്റം വരെ പോയി. ഏറ്റവും കൂടുതൽ കർത്താവ് അവന് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരുന്നിട്ട് ചോദിക്കുകയാണ്, ആരുടെ മോൻ? യോന. അയ്യോ, ഈ ശിമോന്റെ അപ്പന്റെ പേരെന്തായിരുന്നു?
ശിമോന്റെ അപ്പന്റെ പേരെന്ത് വരുന്നെന്ന്? ഈ ശിമോൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്രോസിന്റെ അപ്പന്റെ പേരെന്ത് വരുന്നെന്നാ എന്റെ ചോദ്യം. യോഹന്നാന്റെ മകനാ ശിമോൻ. പക്ഷെ കർത്താവ് പറഞ്ഞ എന്തുവാ? നീ പഴയ നിയമത്തിലെ ആരുടെ മോനാ? യോനയുടെ മോനാ. യോനയുടെ സ്വഭാവം എന്തുവാ? അങ്ങോട്ട് പോകാൻ പറഞ്ഞ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോന്ന്? നീ യോഹന്നാന്റെ മകനാണെങ്കിലും നിന്റെ സ്വഭാവം ആരുടെയാ? യോനയുടെ. ആദ്യം നീ യോഹന്നാന്റെ മകനായ ശിമോൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുകയാണ് യോനയുടെ മകനായ ശിമോൻ. നമ്മുടെ കർത്താവിന്റെ കൂടെ നടന്നാലും നമ്മുടെ സ്വഭാവം ശരിയാവണമെന്ന് നിർബന്ധം ഇല്ല. ആദ്യം മനസ്സ് ശരിയാവണം, ആദ്യം സ്വഭാവം ശരിയാവണം, ഏകാഗ്ര മനസ്സുണ്ടാവണം, താഴ്മയുള്ള മനസ്സുണ്ടാകണം, ഒരാത്മീയ മനസ്സുണ്ടാകണം, ഒരു വിശുദ്ധമായ സുരക്ഷിതമായ മനസ്സുണ്ടാകണം. ദൈവം നമ്മളെ ഉപയോഗിക്കും. അവിടെയാണ് കർത്താവിന്റെ ആ പവർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കർത്താവും, ഇപ്പൊ ഞാൻ പറഞ്ഞത് കർത്താവും പത്രോസും തമ്മിലുള്ള കണക്ഷനാണോ അല്ലെ? പൗലോസിനെ നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് പത്രോസിന്റെ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ പൗലോസും കർത്താവും തമ്മിലുള്ള ഒരു കണക്ഷൻ ഒന്ന് പിടിച്ചിരിക്കണം. ഒരു ഉദാഹരണം പറയാം. പൗലോസ് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അറേബ്യയിൽ പോയിട്ട് മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നു. നേരെ യെരുശലേമിൽ പോയി ശിഷ്യന്മാരോട് ചേരാൻ ശ്രമിച്ചു, നടക്കുന്നില്ല. പൗലോസിന് ഒരു കാര്യം അറിയാം, യെരുശലേമിലാണ് സഭ ആരംഭിച്ചത്. ആ സ്ഥലം സഭയിലേക്കാണ് ദൈവം തന്നെ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. താൻ എത്രയോ വർഷം അവിടെ വിദ്യാഭ്യാസം ചെയ്തതാണ്. അവിടെ നിന്ന് തന്റെ മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് താൻ ആഗ്രഹിച്ചു വന്നിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, പൗലോസേ പേടിക്കണ്ട, പൊക്കോ. ചിന്തിക്കാൻ പറ്റുന്നോ? പൊക്കോ, നീ ഇവിടെ ഇരുന്ന നിന്റെ ഒരു വാക്കും ആരും കേൾക്കത്തില്ല. നീ പോ, നിന്റെ നാട്ടിൽ പോക്കോളാൻ. അങ്ങ് കോന്നി പോ. നീ കുമ്പനായിട്ടിരിക്കണ്ട, കോന്നി പോ, അല്ലെങ്കിൽ ഇടുങ്ങി പൊക്കോ, നാട്ടിൽ പൊക്കോ. ഇതിനാണോ എന്നെ രക്ഷയിലേക്ക് നയിച്ചേ? ഇതിനാണോ എന്നെ സ്നാനപ്പെടുത്തിയേ? ഇതിനാണോ അറേബ്യയിൽ അയച്ച് ദൈവത്തിന്റെ മർമ്മങ്ങളെല്ലാം ഇങ്ങോട്ട് ബുദ്ധി നിറച്ചു വിട്ടത്? പൗലോസും കർത്താവും തമ്മിലുള്ള ബന്ധം പോവാൻ പറഞ്ഞാൽ എന്നുവരെ പോകും? എന്നുവരെ അവിടെ ഇരിക്കും? ബർണബാസ് വന്ന് കതകിന് മുട്ടുന്നത് വരെ അവിടെ ഇരിക്കും. നമ്മളായിരുന്നല്ലോ, ഓടനോട്ടത് പറ്റിയില്ലെങ്കിൽ സദാനന്ദപുരത്ത് പറ്റിയില്ലെങ്കിൽ കുണ്ടറ പറ്റിയില്ലെങ്കിൽ കുണ്ടറ പറ്റുന്നതാ നല്ലത്. നമ്മളങ്ങനല്ലേ? പൗലോസ് കർത്താവും തമ്മിലുള്ള ബന്ധം നോക്കിക്കേ. കർത്താവ് ആത്മാവിൽ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ചെയ്യാൻ മനസ്സുള്ള ഒരു മനുഷ്യൻ. ഒരു സുപ്രഭാതത്തിൽ ബർണബാസ് ഇതാ മുമ്പിൽ നിൽക്കുന്നു. കമോൺ, നമുക്ക് അന്ത്യോക്യയിൽ പോകാം. ഇല്ല, ഞാൻ യെരുശലേമിലേ വരുന്നുള്ളൂ. അവിടെ ഞാൻ പത്രോസിനെയൊക്കെ ഞാനൊന്ന് കാണിച്ചു കൊടുത്തു. പത്രോസ് മുക്കുവനെ തീർന്നു. ഒന്നും അറിയത്തില്ല. നീ എനിക്ക് എന്തൊക്കെ അറിയാം? BTH ഉണ്ട്, BTH ഉണ്ട്, MTH ഉണ്ട്. ഇനിയും കുറെ എടുക്കാതിരിക്കുമോ നിങ്ങൾ? എന്തെല്ലാം എടുക്കാതിരിക്കുന്ന തലയിലോട്ട് എടുക്കാതിരിക്കുന്നത്. ഞാൻ യെരുശലേമിലേ പോകത്തുള്ളൂ. നോ, അന്ത്യോക്യ പോകാൻ പറഞ്ഞ അന്ത്യോക്യ പോകണം, തർസൂസി പോകാൻ പറഞ്ഞാൽ തർസൂസി പോകണം, അറേബ്യയിൽ മരുഭൂമി പോകാൻ പറഞ്ഞാൽ മരുഭൂമി പോകണം. ഇതാണ് പൗലോസും കർത്താവും തമ്മിലുള്ള ബന്ധം. നിങ്ങളൊരു പുസ്തകം എഴുതിയ രക്ഷിക്കപ്പെട്ടപ്പോൾ മുതൽ നിങ്ങളും നിങ്ങളുടെ കർത്താവും തമ്മിലുള്ള ബന്ധം എഴുതി വാ. എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ എഴുതാൻ ഉണ്ടാവും നമുക്ക്? ആ കർത്താവിനെ, അതിന് വേണ്ടത് ഈ താഴ്മയുള്ള മനസ്സും ഈ സന്തോഷം, ഇതെല്ലാം വേണമെങ്കിൽ നമുക്ക് വേണ്ടത് അവൻ ക്രൂശിലെ മരണത്തോളം, അടുത്ത വാക്ക, ആരായി തീർന്നു? അനുസരണമുള്ളവനായി തീർന്നു. ദാറ്റ് ഒബീഡിയൻസ്. നമുക്ക് വേണ്ടത് ഒബീഡിയൻസാ, മറ്റൊന്നുമല്ല. ഒബീഡിയൻസ് ഉണ്ടെങ്കിൽ ഇനിയും ഇത് കർത്താവ് അനുസരണമുള്ളവനായിട്ട് തീർന്നു. ഇനി അത് മാത്രമാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, ആ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായെന്ന്. ദൈവപുത്രൻ അനുസരണം പഠിക്കാനുള്ളതാണ്. അനുസരണം പഠിച്ചാൽ നമ്മളെ പെർഫെക്ഷനിലേക്ക് ദൈവം നയിക്കുക. പെർഫെക്ഷൻ മീൻസ് ദൈവം എന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നോ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കും, പെർഫെക്ഷനിലേക്ക് എത്താൻ സഹായിക്കും. അപ്പോൾ എഫേസ്യ ലേഖനം, ഫിലിപ്പ് ലേഖനം
കാരാഗ്രഹത്തിൽ നിന്നും അടർന്നു വീഴുന്ന ആ പവിഴമുത്തുകൾ. ഒറ്റ ചോദ്യം, ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു എന്ന വാക്ക് നിഗളത്തിന്റെ വാക്കല്ല, അഹങ്കാരത്തിന്റെ വാക്കല്ല. ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ എന്നെ ദൈവം അവിടെ കൊണ്ടെത്തിച്ച് ചെയ്യാൻ പോകുന്ന ശുശ്രൂഷകൾ ഈ സമയത്തുണ്ടാ. കൊലോസിയിൽ ഫിലേമോന്റെ വീട്ടിൽ നിൽക്കുന്ന വേലക്കാരൻ അവിടുന്ന് മൊന്തയും കിണ്ടിയും ചരിവോ എല്ലാം കൂടെ മോട്ടിച്ച് അവനെ പോലീസ് പിടിച്ച് അവനെ അറസ്റ്റ് ചെയ്ത് അവിടുത്തെ ലോക്കൽ കൊട്ടാരക്കര സബ്ജയിലിൽ കിടന്ന് അതും പോരാഞ്ഞിട്ട് അവനെ ഇല്ലായ്മ ചെയ്യാൻ എവിടോട്ട് വിട്ടേക്കുക. അതിനു മുമ്പ് ആരവിടെ ചെല്ലണം? ഉപദേശി അവിടെ ചെല്ലണം. എന്നിട്ട് അവനോട് സുവിശേഷം പറഞ്ഞ് അവനെ മാനസാന്തരപ്പെടുത്തി അവനെ ഗുണപ്പെടുത്തിയിട്ട് വേണം എനിക്ക് അടുത്ത ലേഖനം എഴുതി ആരുടെ കയ്യിൽ കൊടുത്തുവിടാൻ? അവന്റെ കയ്യിൽ കൊലോസ്യ സഭയെ കൊടുത്തുവിടാൻ. ദൈവം വെച്ചാൽ നാളെ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.